എവ്രിവൺ, അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് വീഡിയോ ആണ്. ഫസ്റ്റ് ഞാൻ സാലിസിലിക് ആസിഡ് സിറം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം പാത്തു അവിടെ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞു. ആൻഡ് ഞാൻ ഈ സിറം യൂസ് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ സ്കിൻ നല്ല ഓയിലി ആൻഡ് ആക്നി പ്രോൺ ആണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ്. മോയ്സ്ചറൈസർ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ സൺസ്ക്രീനാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. സൺസ്ക്രീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഞാനങ്ങനെ ഒരിക്കലും മാക്സിമം ഞാനങ്ങനെ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാറില്ല. ബിക്കോസ് എനിക്ക് അല്ലെങ്കിൽ തന്നെ നല്ല ടാനും ഡിസ്കളറേഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ സൺസ്ക്രീൻ കൂടെ സ്കിപ്പ് ചെയ്താൽ ശരിയാവില്ല. സോ നമ്മളങ്ങനെ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പാത്തും അവൾ സൺസ്ക്രീൻ ഞാൻ ഇട്ടിട്ട് പതുക്കെ വരികയാണ്. കാരണം അവൾക്ക് സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ലിപ് ബാം ഇട്ട് കഴിഞ്ഞാൽ കഴിയും. പക്ഷേ എനിക്ക് അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് റെഡി ആവുന്നത്. ഇപ്പോൾ ഒരു ലിപ്സ്റ്റിക് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാൻ. അതിന് ശേഷം ഒരു കളർ കറക്റ്റർ എടുത്തിട്ട് എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരുന്നു, അതൊന്ന് ഫിക്സ് ചെയ്യാണ്, ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഞാനിപ്പോൾ കളർ കറക്റ്റർ യൂസ് ചെയ്തെന്ന് വെച്ചാൽ പ്രോ കൺസീലർ എന്നെന്തോ പറയുന്ന ഒരു കളർ കറക്റ്ററാണ്. എനിക്ക് കറക്റ്റ് ബ്രാൻഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാറില്ല, പ്രോഡക്റ്റിനെ പറ്റി. സോ അതിട്ടിട്ട് നോർമലി നമ്മുടെ കൈ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം അത് കുറച്ചൊരു 10 സെക്കൻഡ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ആണ് ഞാൻ അടുത്ത് കൺസീൽ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പത്തുനോട് എന്തൊക്കെയോ കുറേ കാര്യം പറയുന്നുണ്ട് ഞങ്ങൾ. പിന്നെ ഞാനൊരു ഫൗണ്ടേഷൻ ആട്ടോ കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഇതെൻ്റെ ഒരു ഓൾമോസ്റ്റ് കറക്റ്റ് ഷെയ്ഡ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊരു ചെറിയ ബ്രഷ് വെച്ചിട്ട് ആദ്യം ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത്, എനിക്ക് കുറച്ചും കൂടെ കൈ കൊണ്ട് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ്സൊക്കെ ഫേസിൽ ബ്ലെൻഡ് ചെയ്ത് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നാച്ചുറൽ ഫിനിഷ് കിട്ടാനായിട്ട് തോന്നുന്നത്. നമ്മൾ കോമൺ ആയിട്ട് ബ്രഷും ബ്യൂട്ടി ബ്ലെൻഡറും അല്ലേ യൂസ് ചെയ്യാറില്ല. ഞാനത് യൂസ് ചെയ്യാറുണ്ട്, ബട്ട് സ്റ്റിൽ കൈ കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു നാച്ചുറൽ ഫിനിഷ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ മാക്സിമം ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്. മേക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പുട്ടി അടിച്ചില്ലെങ്കിൽ കുറേ പ്രൊഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തതെന്ന് തോന്നാത്ത രീതിയിൽ. ആൻഡ് ദെൻ ഞാൻ ചെയ്യാൻ പോകുന്നത് ഐബ്രോസ് ആണ്. ഒരു ബ്രൗൺ ഐബ്രോ ആണ്, ഐബ്രോ പെൻസിലാണ്. ഫസ്റ്റ് ഞാൻ കോംബ് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കും. ആൻഡ് ദെൻ അഗെയിൻ ഒന്ന് കോംബ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് അതിങ്ങനെ കൈകൊണ്ട് തുടയ്ക്കുക. അപ്പോൾ അതാണ് പാത്ത് എവിടെ നിന്ന് ശരിക്കും ഇത്രയും വരച്ചിട്ട് എന്തിനായിട്ട് തുടച്ച് കളയുന്നതെന്ന് ചോദിക്കുകയാണ് എൻ്റെ അടുത്ത്. ഇനി നമ്മൾ എക്സസൈസായിട്ട് വന്ന കുറച്ച് ഫൗണ്ടേഷൻ, അതായത് അൺഡ്രൈസ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത ഫൗണ്ടേഷൻ കുറച്ച് പ്രൊഡക്റ്റ് എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു. സോ അതൊന്ന് എടുത്തിട്ട് ഇനി നമുക്ക് കറക്റ്റ് ചെയ്യേണ്ട സ്പോട്ടിലൊക്കെ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഒരു ഫൗണ്ടേഷൻ സ്റ്റിക്കും കൂടി എടുത്തിട്ട് മൊത്തത്തിൽ ഫേസ് ഒരു ഈവൻ ടോൺഡ് ആക്കി എടുക്കുകയാണ്. ഇത്രയൊക്കെ പണി ചെയ്താലും നമുക്ക് ഈവൻ ടോണായിട്ട് കിട്ടുള്ളൂ, കാരണം പലതും പല ഷെയ്ഡിലാണ് ഇരിക്കുന്നത്. സോ പിന്നെ ഒരു ഐ ഷാഡോ പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ചെറിയ ഒരു ലിപ്സ്റ്റിക് വെച്ചിട്ട്. ഇല്ല, ഞാൻ റെഡി ആയില്ല. ഇതാണ് നമ്മുടെ ഇവിടെ വെട്ടമില്ല ഗൈസ്, ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. കല്യാണത്തിനാണ് ഞാൻ അപ്പുറത്ത് വീട്ടിൽ പോകണം.